എന്ന് ചോദിച്ചാൽ ഒന്നാലോചിച്ച് മറുപടി പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സ്ത്രീ പീഡനത്തിനെതിരെയുള്ള നിയമ പരിഷ്കരണത്തിന്റെ സമയത്താണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പരിഹാര മാർഗം വന്നുകൊണ്ടിരിക്കുന്നത്? പരിഹാരമായി പറയുന്നത് എന്താ? പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നവർ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒരു ഉപസമിതി തീരുമാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ, സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ അഴിച്ചുവിടുന്നവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യങ്ങൾ. അതിൽ പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു. ഉഭയകക്ഷി സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധം നടത്തിയാൽ അത് കുറ്റകരമല്ല. അഥവാ കോളേജിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവരുടെ രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് അവർക്ക് രണ്ടുപേരും സമ്മതത്തോടുകൂടിയാണ് എങ്കിൽ അവർ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അതിന്റെ പ്രായം മുമ്പ് 18 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 16 വയസ്സിലേക്ക് ചുരുക്കിയിരിക്കുന്നു. വിഷയം മനസ്സിലാക്കണം. അഥവാ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പരിഹരിക്കുന്നതിന്റെ നിയമനിർമ്മാണത്തിന്റെ രംഗത്ത് നമ്മുടെ ഉന്നതന്മാരായ ആളുകൾ കണ്ട ഒരു പരിഹാരമാണെന്ത്? 16 വയസ്സായ കുട്ടികൾ തമ്മിൽ ലൈംഗികമായ ചേഷ്ടകളിൽ ഏർപ്പെടുകയും അത് സമ്മതത്തോടു കൂടിയാണെങ്കിൽ അത് കുറ്റകരമല്ല എന്ന് വിധിക്കുകയുമാണ് ഇതിനൊരു പരിഹാരമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ ലോകത്ത് ഒന്നിനും ഒരു തത്വദീക്ഷയില്ലാതെയായി കൊണ്ടിരിക്കുന്നു. ഇത്രക്കും ഭീകരമായ ഒരു സാഹചര്യത്തിൽ എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് തീരുമാനമാകാത്ത, ഒരു തീരുമാനമായി ഉറപ്പിക്കാത്ത ഒരു സാഹചര്യം. വിശുദ്ധ ഖുർആനിലൂടെ നിയമങ്ങൾ പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു ബേജാറായിരുന്നു. ആ നിയമം അംഗീകരിക്കാൻ ഒരു പ്രയാസമായിരുന്നു. ഇസ്ലാം ഒരു കാടത്തത്തിന്റെ മതമാണ്, കട്ടവന്റെ കൈമുറിക്കണമെന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്നത് പ്രാകൃത മതത്തിന്റെ അടയാളമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന, പരിഹസിച്ചിരുന്ന ആളുകൾ ഇപ്പോ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പെരുകിയപ്പോൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന വിഷയത്തിൽ അവർക്ക് തടവ് കൊടുക്കണോ അതോ വധശിക്ഷ നൽകണോ എന്ന വിഷയത്തിൽ ഇന്ന് തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിയമം വെക്കാൻ എല്ലാവരും തയ്യാറാണ്. ആ നിയമം ആരുടേത് വേണമെന്നാണ് ഇവിടുത്തെ വിഷയം. ആര് തീരുമാനിക്കണ നിയമമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. ഈ മൊബൈൽ ഫോൺ എന്തെങ്കിലും തകരാറ് വന്നാൽ ആ മൊബൈൽ ഫോൺ നന്നാക്കേണ്ടത് ആരുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണ്? നോക്കിയയുടെ സെറ്റാണെങ്കിൽ നോക്കിയയുടെ കമ്പനി പറയുന്നത് പോലെയാണ് അത് നന്നാക്കേണ്ടത്. സാംസങ്ങിന്റെ സെറ്റാണെങ്കിൽ അവര് പറയുന്നത് പോലെയാണ് നന്നാക്കേണ്ടത്. ആ മൊബൈലിൽ എങ്ങനെ സിം കാർഡ് ഇടണം, അതിനെങ്ങനെ ചാർജ് ചെയ്യണം, അതിനെങ്ങനെ പരിപാലിക്കണമെന്ന് അതിന്റെ കമ്പനി പറയുന്നത് പോലെയുള്ള കാറ്റലോഗിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അത് നന്നാക്കിയെടുക്കേണ്ടതെന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? അതാണതല്ലോ അതിന്റെ ശരിയായ രീതി. അതല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. ഓരോരുത്തരും അവനവന് തനിക്ക് പറ്റുന്ന രീതിയിലാണോ അത് കൈകാര്യം ചെയ്യേണ്ടത്? എനിക്ക് കിട്ടിയ ഫോൺ ഞാൻ പറയണത് ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ഫോണാണ്, ഇതില് ഞാൻ ഉദ്ദേശിച്ച രീതിയിലാണ് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യൂല. അവനവന് തോന്നിയ രീതിയിലല്ല ആ മൊബൈൽ ഫോണുകൾ കൈകാര്യം ചെയ്യേണ്ടത്. അത് നന്നാക്കാൻ സ്വീകരിക്കേണ്ടത് അതിന്റെ കമ്പനി പറഞ്ഞ രൂപത്തിലാണ് അതിൽ സിം ഇടേണ്ടത്, അത് ചാർജ് ചെയ്യേണ്ടത്, അത് പരിപാലിക്കേണ്ടത്. അപ്പൊ ആരുടെ നിയമം പാലിക്കണം? ആരുടെ നിയമം പാലിക്കണം? അതിന്റെ നിർമ്മാതാക്കളുടെ നിയമം പാലിക്കണം. ഇവിടെയും ചോദ്യം അതാണ്. മനുഷ്യർ ഇതാ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു, ബഹുദൈവത്വത്തിലേക്ക് പോകുന്നു. അവൻ തീവ്രവാദിയാകുന്നു, അവൻ അഴിമതിക്കാരനാകുന്നു, കൈക്കൂലിക്കാരനാകുന്നു, അവൻ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, അവൻ മോഷണം ചെയ്യുന്നു, അവൻ ഏതാനും തുച്ഛമായ കാശിന് വേണ്ടി ആളുകളെ കൊല ചെയ്യുന്നു, ബോംബിടുന്നു. അങ്ങനെ അതിക്രമങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനെ നന്നാക്കാനുള്ള നിയമം ഓരോ മനുഷ്യന്മാരും ഉണ്ടാക്കിയ, ഓരോ രാജ്യത്തുമുള്ള പാർലമെന്റുകൾ ഉണ്ടാക്കിയ ആ നിയമമാണോ ആ രംഗത്ത് അവസാന വാക്കായി സ്വീകരിക്കേണ്ടത്? അതോ ഈ മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച പടച്ച തമ്പുരാന്റെ നിയമമാണോ നാം സ്വീകരിക്കേണ്ടത്? ഇതാണ് ഇസ്ലാം ചോദിക്കുന്ന ചോദ്യം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ ആ മാർഗദർശനം ആര് സ്വീകരിക്കുന്നുവോ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, അവർക്ക് വിഷമിക്കേണ്ടി വരില്ല. അതേ നിയമം മനുഷ്യൻ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്. ആ നിയമം പ്രപഞ്ച സൃഷ്ടാവിന്റെ നിയമമാകട്ടെ എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. അതുകൊണ്ട് ലോകം അനുഭവിക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം മുസ്ലിം സഹോദരങ്ങളെ നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആനിലുണ്ട്, തിരുനബിയുടെ വാചകങ്ങളിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കൽ നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ്. അതാണ് മൂന്നാമത് നമ്മൾ നിർവഹിക്കുന്നത്.
നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം. നാലാമത് നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം എന്താ അറിയോ? ഈ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിക്കുകളും വ്യക്തിപരമായി തന്നെ നമുക്ക് ഓരോരുത്തർക്കും നേരിടേണ്ടി വരും. അത് കുടുംബത്തിൽ നിന്നുണ്ടാകും, സമൂഹത്തിൽ നിന്നുണ്ടാകും, ഓരോ തട്ടുകളിൽ നിന്നും തരങ്ങളിൽ നിന്നും സ്വാഭാവികമായും അതുണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? ഞാൻ ഇതിനില്ലെന്ന് പറയണോ? ഞാൻ ഈ പ്രബോധനത്തിനില്ല, പ്രവർത്തനത്തിനില്ലെന്ന് പറയണോ? അതാണോ നാം നിർവഹിക്കേണ്ട കാര്യം? അല്ല, ക്ഷമയോടുകൂടി അവിടെ നിലകൊള്ളേണ്ടതുണ്ട്. ക്ഷമ കൈപ്പിടിയിലൊതുക്കിക്കൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടാൻ പാടില്ല. ഈ 4 കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നവർക്കാണ് നാളെ പരലോകത്ത് വിജയം സുനിശ്ചിതമായിട്ടുള്ളത്. അല്ലാത്ത ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവർ നഷ്ടത്തിലാണ് എന്നാണ്. ഇത് എന്റെ വകയായി ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു കൊച്ചു സൂറത്തിന്റെ അർത്ഥമാണ് ഞാൻ വിശദീകരിച്ചത്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യർ മുഴുവനും നഷ്ടത്തിലാകുന്നു. ഏതൊഴിച്ച്? 4 ആളുകൾ ഒഴിച്ച്, 4 വിഭാഗം ഒഴിച്ച്. ഇല്ലല്ലദീന ആമനു, വിശ്വസിക്കുകയും വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വതവാസൗ ബിൽ ഹഖ്, ഈ ഹഖ്, ഈ സത്യം പരസ്പരം ഉപദേശിക്കുകയും വതവാസൗ ബിസ് സബ്ർ, ക്ഷമ ഉൾക്കൊള്ളുകയും അത് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴിച്ച് മറ്റെല്ലാവരും നഷ്ടത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ബാധ്യത പൂർണ്ണമാകണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് എന്റെ വീടിന്റെ ഉള്ളിൽ അതും സൂക്ഷിച്ച് ഞാൻ അങ്ങനെ ജീവിക്കും, ഞാൻ ആരോടും ഇത് പറയില്ല, ഞാൻ ആരോടും ഇത് സംവദിക്കുകയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാൽ സഹോദര ആലോചിക്കുക, നമ്മുടെ ബാധ്യത പൂർണ്ണമായോ? എന്നിട്ട് പരിഹാസം പേടിച്ച്, പ്രശ്നം പേടിച്ച് അങ്ങനെയാണ് ആളുകൾ. ഞാനിങ്ങനെ നമസ്കാരം, നോമ്പും സക്കാത്തിന്റെ QHLS ഒക്കെ ആയിട്ട് നടക്കുകയാണ്, അതുകൊണ്ട് യാതൊരു പ്രയാസമില്ല. ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചാൽ പരിഹാസം ഏൽക്കേണ്ടി വരും. ബിസിനസ് രംഗത്ത് പ്രയാസങ്ങൾ ഉണ്ടാവും, ആളുകൾ പലതും പറയും. ഇപ്പോഴാണെങ്കിലോ ഇവിടെ സംഘടനയിലൊക്കെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ പ്രശ്നം എന്താന്ന് തന്നെ നമുക്കറിയില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതിനൊന്നുമില്ല, ഇനി ഇതൊക്കെ ക്ലിയറായി, ഒക്കെ ശരിയായി, നിങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച്, മുസ്ലിങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കി, എന്നിട്ട് ഞങ്ങൾ ഈ പ്രവർത്തനത്തിനൊക്കെ വരാം എന്ന് പറഞ്ഞൊരു നല്ല മുസ്ലിമായി മാറി നിൽക്കുന്ന ചിലരെങ്കിലും നമ്മൾ കാണാറുണ്ട്. സഹോദരങ്ങളെ, ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരിക എന്നത് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. 40 വയസ്സുവരെ പ്രവാചകനെ വിളിച്ചിരുന്ന പേരെന്താ? അൽ അമീൻ. അൽ അമീൻ എന്ന പേരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവരും വിളിച്ചിരുന്നത്. എന്നാൽ നബൂവത്ത് ലഭിച്ച് ആ കാര്യം പറയാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചു വരുത്തി പ്രവാചകൻ ഈ കാര്യം പറഞ്ഞു, ഈ തൗഹീദ് പറഞ്ഞു. പറഞ്ഞ ആ സമയത്ത് തന്നെ വന്ന പ്രതികരണം എന്താ? തബ്ബല്ലക്, നിനക്ക് നാശം, നീ ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി, ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നീട് പ്രവാചകൻ നമസ്കരിക്കുമ്പോൾ കൊടലുമാലകൾ കൊണ്ടുവന്ന് കഴുത്തിൽ ഇടുകയാണ്. അതുവരെ സ്നേഹിച്ചിരുന്ന കുടുംബാംഗങ്ങൾ അതാ തെറി പറയുകയാണ്, മാരണക്കാരനാണെന്ന് പറയുകയാണ്, കള്ളനാണെന്ന് പറയുകയാണ്. എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ആ മുത്തുനബിക്ക് ഏൽക്കേണ്ടി വന്നത്. പ്രവാചകന് പക്വതയില്ലാത്തത് കൊണ്ടായിരുന്നു, പ്രവാചകന്റെ സംസാരത്തിന്റെ രീതി ശരിയല്ലാത്തത് കൊണ്ടായിരുന്നു, പ്രവാചകന് ദീർഘവീക്ഷണമില്ലാത്തത് കൊണ്ടായിരുന്നു, പ്രവാചകന് പ്രബോധന രംഗത്ത് യുക്തിയില്ലാത്തത് കൊണ്ടായിരുന്നു. ഒരിക്കലുമല്ല. പ്രവാചകൻ എല്ലാ യുക്തിയും എല്ലാ നയവും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആ സത്യം പറഞ്ഞത്. ആ സത്യം പറഞ്ഞപ്പോൾ, അത് കൊള്ളേണ്ട സ്ഥലങ്ങളിൽ കൊണ്ടപ്പോൾ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായി. ആ പ്രയാസത്തിന്റെ പേരിൽ പ്രവാചകൻ അടച്ചാക്ഷേപിക്കുവാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തി. പ്രവാചകൻ എന്താ ചെയ്തത്? ഇതുവരെ എല്ലാവരും എന്നെ കുറിച്ച് അൽ അമീൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിപ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്, അതുകൊണ്ട് ഇനി ഞാൻ ഈ രംഗത്തേക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയല്ല പ്രവാചകൻ ചെയ്തത്. മറിച്ച് അള്ളാഹു വീണ്ടും നിർദ്ദേശം കൊടുക്കുകയാണ്, പുതപ്പ് മൂടി ഉറങ്ങുന്നവനെ എഴുന്നേൽക്കുക, നീ എഴുന്നേൽക്കുക, കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക, നിന്റെ കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും എത്തിച്ചു കൊടുക്കുക എന്ന് പറയുകയും അത് ശിരസിലേറ്റുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പടയോട്ടത്തിന്റെ മുന്നിൽ നടക്കുകയുമാണ് ചെയ്തത്. അതെ, ആ പാരമ്പര്യമാണ് സഹോദരങ്ങളെ മരിക്കുന്നത് വരെ നമുക്ക് നിർവഹിക്കാനുള്ളത്. എന്തെന്ത്
പ്രതിസന്ധികളുണ്ടെങ്കിലും ഏതേത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഹക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ധൈര്യമാണ് ഓരോ പ്രവർത്തകനും ഓരോ മുസ്ലിമിനും ഉണ്ടാകേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഏ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ നന്നാകണം. നിങ്ങൾ വ്യക്തി ജീവിതത്തിൽ നന്നാകണം, കുടുംബ ജീവിതത്തിൽ നന്നാകണം. എല്ലാ മേഖലകളിലും നിങ്ങൾ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം. അവിടെ നിർത്തിയോ? ഇല്ല. വകൂനൂ, നിങ്ങളായി തീരുകയും ചെയ്യണം. മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയണമെന്ന് മാത്രമല്ല, സത്യം പ്രഖ്യാപിക്കണമെന്ന് മാത്രമല്ല, സത്യം ഉൾക്കൊള്ളണമെന്ന് മാത്രമല്ല, സത്യം പറയുന്ന ആളുകളോടൊപ്പം നിങ്ങൾ നിൽക്കണം. സത്യവാന്മാരോടൊപ്പം നിങ്ങൾ ചേരണം. സത്യത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകണം. വകൂനൂ മഅസ്വാദിഖീൻ. അതേ, ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആ ശരിയായ പാത മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ സത്യം നെഞ്ചിലേറ്റിയാൽ അത് മറ്റുള്ളവരോട് പങ്കുവെക്കുകയും ആ രംഗത്ത് ഒപ്പമുള്ളവരെ സംഘടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നത് നമുക്കോരോരുത്തർക്കും ബാധ്യതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ രംഗത്ത് മുന്നോട്ട് പോകണം. ആ രംഗത്ത് ഇപ്പോൾ നമുക്ക് ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്നത് ഞാൻ മറച്ചു വെക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അതെങ്ങനെ തരണം ചെയ്യാം, എന്താണ് ആ പ്രതിസന്ധി, ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് അല്പസമയം കൂടി ഈ ഉള്ളവൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഹുസൈൻ സലഫിയുടെ ആദർശ പ്രഖ്യാപനം പ്രസംഗവും ഇവിടെ ഉണ്ടായിരിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തൽക്കാലം ഈ വാക്കിവിടെ താൽക്കാലികമായി വിരാമം കുറിച്ചതായി അറിയിക്കുകയാണ്. പടച്ചതമ്പുരാൻ നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ടി കെ അഷ്റഫ് മഗ്‌രിബിന് മുമ്പ് സംസാരിച്ചതിൻ്റെ ബാക്കി തുടരുകയാണ്. ശേഷം ഹുസൈൻ സലഫി സംസാരിക്കും. ടി കെ അഷ്റഫിനെ വിഷയം അവതരിപ്പിക്കുന്നതിനോട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ ദീന് ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതെല്ലാവർക്കും ഒരുപോലെ നിർവഹിക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. പണ്ഡിതന്മാർക്ക് ആ തലത്തിലും സംഘടിപ്പിക്കാൻ കഴിയുന്നവർക്ക് ആ മേഖലയിലും അതിന് സാമ്പത്തികമായി സഹകരിക്കാൻ കഴിയുന്നവർ ആ രംഗത്തും, അങ്ങനെ അള്ളാഹു നമുക്ക് എന്താണോ നൽകിയിരിക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മരണം വരെ ഈ ദീനിൻ്റെ പ്രബോധന രംഗത്ത് നിരതരാവേണ്ടതുണ്ട്. സ്വാഭാവികമായും പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ പ്രയാസപ്പെടുന്നവരെയാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. പ്രയാസം അനുഭവിക്കുന്നവർക്കാണ് സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അതൊന്നും, ആ ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും വലിയ എതിർപ്പുകളൊന്നുമില്ലാത്ത സമയത്ത് അത് ഏറ്റെടുക്കുകയും ചെയ്യുക എന്നതല്ല ശരിയായ രീതി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും പല ആളുകൾക്കും ഈ തൗഹീദി പ്രബോധന രംഗത്ത് മുന്നോട്ട് പോകുന്നതിൽ ഇപ്പോൾ പല ആളുകളും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യം, ഇപ്പോൾ സംഘടനയിലൊക്കെ വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. വിവിധ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു. ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇതൊക്കെ ഒന്ന് അവസാനിക്കട്ടെ, ഇതൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ടേ ഞാൻ ഈ പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അല്പം ഈ പ്രവർത്തിക്കുന്ന ആളുകളെ ഒന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ മാറി നിൽക്കുന്ന ചിലരെയെങ്കിലും ഒക്കെ നമുക്ക് കാണാം. എന്നാൽ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല നിലക്കും ആരോപണ വിധേയരായിക്കൊണ്ടിരിക്കുന്ന പല ആളുകളും ഈ വേദിയിലും സദസ്സിലും ഒക്കെയുണ്ട്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ പ്രസ്ഥാനത്തിലുണ്ടായ പ്രശ്നത്തിൽ ഇവരാരും യാതൊരു നിലക്കുള്ള തെറ്റും ചെയ്തിട്ടില്ല എന്നത് വസ്തുനിഷ്ഠമായി കാര്യം മനസ്സിലാക്കുന്ന ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഏവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതിലെന്തു വേണം, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ പഠിക്കേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും.
ഇപ്പൊ നമ്മളെ വീട്ടില് ഒരു പ്രശ്നം ഉണ്ടായി. എന്താ? വീട്ടില് ചെറിയ കുട്ടിക്ക് പനിയാണ്. അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഉടനെ പിന്നെ കേൾക്കുന്നത് ഭാര്യ അടുക്കളയിൽ വീണു, കൈ ഒടിഞ്ഞിട്ടുണ്ട് എന്നാണ്. ആ ഭാര്യയെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഫോൺ വരുന്നത്, വീട്ടിൽ ഉമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു, ശ്വാസം മുട്ട് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഭാര്യയെ ഇവിടെ കൊണ്ടുവന്നാക്കി നമ്മൾ ഉമ്മയെയും കൊണ്ടുപോകും. അപ്പോഴാണ് വീണ്ടും വിളി വരുന്നത്, എന്ത്? ഇതാ നമ്മുടെ തൊട്ടടുത്തുള്ള ആ തെങ്ങ് വീടിന്റെ മുകളിലൂടെ വീണിട്ടുണ്ട്. 4 പ്രശ്നമായി. അപ്പൊ എന്താ ഇയാൾ പറയണം അവിടുന്ന്, എന്ത്? ഇനി വീട്ടിലെല്ലാ പ്രശ്നവും തീരട്ടെ എന്നിട്ട് ഞാൻ വീട്ടിൽ കൊള്ളൂ എന്ന് പറഞ്ഞാൽ ആ കുടുംബനാഥനെ പറ്റി നമ്മൾ എന്തു പറയും? അയാൾക്ക് വീടിനോട് ഇഷ്ടമുണ്ടോ, താല്പര്യമുണ്ടോ? അതാണോ യഥാർത്ഥത്തിൽ കുടുംബസ്നേഹം എന്ന് പറയുന്നത്? നാം ഏറെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഈ ആദർശ പ്രസ്ഥാനത്തിൽ ചില പ്രയാസങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. അത് കേൾക്കുമ്പോൾ അതെല്ലാം ഒന്ന് തീരട്ടെ, ഒന്ന് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കലാണോ ആദർശ സ്നേഹം, സംഘടനാ സ്നേഹം, പ്രസ്ഥാന സ്നേഹം എന്ന് പറയുന്നത്? അല്ല. എന്തു സംഭവിച്ചു? അത് കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, എന്താണ് കാര്യമെന്നറിയണം. ആ കാര്യമറിഞ്ഞ് അതിന്റെ സത്യാസത്യ വിവേചനത്തോടു കൂടി മനസ്സിലാക്കി അതിന്റെ യാഥാർത്ഥ്യത്തോടൊപ്പം നിന്ന് പടപൊരുതാൻ മുന്നിൽ നിൽക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട ഒരു സമീപനമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു 3 കാലഘട്ടം നമുക്ക് കാണാൻ കഴിയും. ഞാൻ വളരെ ചുരുക്കി പറയാം. അതിൽ ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാന്യനായ KM മൗലവി മുതൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ്, അതേപോലെ തന്നെ ഉമർ മൗലവി, KP മുഹമ്മദ് മൗലവി, മുഹമ്മദ് അമാനി മൗലവി പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തെ നയിച്ച ഒരു കാലഘട്ടം, ഒന്നാമത്തെ കാലഘട്ടം. ആ കാലഘട്ടം ശരിയായ പ്രമാണങ്ങളോട് ശരിയായ സമീപനം പുലർത്തിയ കാലഘട്ടമാണ്. വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്ത കാലഘട്ടമാണ്. ജീവിത വിശുദ്ധി പാലിച്ച കാലഘട്ടമാണ്. ദീർഘവീക്ഷണത്തോടുകൂടി തീരുമാനങ്ങൾ എടുത്ത കാലഘട്ടമാണ്. സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു കാലഘട്ടമാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇപ്പൊ ചില ആളുകളൊക്കെ പറയാറുള്ളതും മനസ്സിൽ വിചാരിച്ചു വെച്ചൊരു കാര്യമാണ്, എന്ത്? ഈ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ടാണ് ഈ ചെറുപ്പക്കാരുടെയൊക്കെ താടി നീളാൻ തുടങ്ങിയത്. ഇത് മുമ്പൊന്നുമില്ല. ഇപ്പൊ ആരൊക്കെയോ ഇതെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മുമ്പൊന്നും ഇല്ലാത്തതാണ് എന്ന് ഒന്ന് പുറത്തു പറയുന്നവരുണ്ട്, എന്നാൽ ഉള്ളിൽ വിചാരിക്കുന്നവരുണ്ട്. ശരിയല്ലാതെ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ബഹുമാന്യനായ KPയുടെയും ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെയും അതുപോലെ KM മൗലവിയുടെയും ഒക്കെ ഫോട്ടോകൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കുണ്ടോ? ഈ നെഞ്ചുവരെ താടിയുള്ള ആളുകളായിരുന്നു അവരൊക്കെ. അതിന്റെ അർത്ഥം എന്താ? അന്ന് നമ്മളെ നയിച്ചിരുന്ന ആളുകൾക്ക് ഈ താടിയും അതുപോലെ തന്നെ സുന്നത്തിന്റെ അടയാളങ്ങളും മതത്തിന്റെ ഷിആറുകളും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് ഒരു ഇടക്കാലം നമുക്കുണ്ടായിട്ടുണ്ട്. ആ ഇടക്കാലത്ത് ഇതൊക്കെ മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ചരിത്ര വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതൊന്ന് പഠിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ, സാത്വികരായ പണ്ഡിതന്മാർ, ഇതിനെ രൂപീകരിച്ച പണ്ഡിതന്മാർ മെല്ലെ മെല്ലെ അവര് വിടവാങ്ങുകയും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പോവുകയും ചെയ്തു. അതിന് പകരം പിന്നീട് വന്ന പല ആളും, എല്ലാവരും എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിൽ പ്രധാനമായും അബ്ദുസ്സലാം സുല്ലമിയെ പോലെയുള്ള പണ്ഡിതന്മാർ നേരത്തെയുള്ള നമ്മുടെ നിലപാടുകളിൽ നിന്നും മാറിക്കൊണ്ട് ചിന്തിക്കുന്ന ഒരു സ്വഭാവം, പ്രത്യേകിച്ച് സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, റുഖിയ ശറഈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ഹദീസിന്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അമാനി മൗലവിയും KM മൗലവിയും വെച്ചു പുലർത്തി പോന്നിരുന്ന നേരത്തെയുള്ള നിലപാടിൽ നിന്നും മാറിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വീകരിച്ചതും അദ്ദേഹം ആ രീതിയാണ് പിന്നീട് ഉപയോഗിച്ചതും. ആ രംഗത്തിലെ ഗ്രന്ഥരചന തുടങ്ങി, പ്രസംഗം തുടങ്ങി, കാര്യങ്ങൾ മുന്നോട്ട് പോയി. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നോട്ട്സും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഒക്കെ കൂടുതൽ ദായിമാരെ സ്വാധീനിക്കുകയും അവരത് അങ്ങനെ തന്നെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഒരു ഇടക്കാലത്തുണ്ടായിട്ടുണ്ട്. ഒരു ഭാഗത്ത് അത് നടന്നു. മറുഭാഗത്ത് 2002 ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയ മടവൂർ വിഭാഗത്തിന്റെ ISM ഇതിനെ ഒരു കേവല നവോത്ഥാന സംഘടന എന്ന രൂപത്തിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റിക്കൊണ്ടുപോയി. പണ്ഡിതന്മാർ എടുക്കേണ്ട ക്ലാസുകൾ ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും എടുക്കുന്ന സമീപനമെത്തി. ഖതീബുമാർക്ക് അവർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. NP മുഹമ്മദിനെ പോലെ, NP ഹാഫിസ് മുഹമ്മദിനെ പോലെ, അതുപോലെ തന്നെ സുകുമാർ അഴീക്കോടിനെ പോലെ, സിവിക് ചന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ അത്തരം മേഖലകൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വന്നു. അത് സ്വാഭാവികമായും അവരുടെ മനസ്സിലുള്ള ചില ചിന്തകൾക്ക് അമിതമായ പ്രാധാന്യം വന്നു. അതാണ്
ആശയ സമന്വയം എന്ന് പറയുന്ന ഒരു മാസിക ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നു. അത് പള്ളിയിൽ നിന്ന് വരി ചേർക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ നമ്മൾ എത്തി. എന്തിന്റെ കാരണം? ഇത് അത്രയും മോശമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഗ്രാഫ് താഴ്ന്നു എന്നതാണ്. എന്താ ആശയ സമന്വയത്തിൽ ഉണ്ടായിരുന്നത്? പാപ്പാന്റെ കഥ. പാപ്പ എന്ന് പറഞ്ഞാൽ ഒരു വേശ്യ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അതിലെ കഥാപാത്രമാണ്. വേശ്യപ്പെണ്ണിന്റെ കഥ പറയുന്ന നോവലുകൾ, കഥകൾ, ഇതൊക്കെയാണ് അതിലൂടെ വന്നത്. അവസാനം വർത്തമാനം പത്രത്തിലേക്ക് എത്തി. അഥവാ സാംസ്കാരികമായി വളരെ മോശമായ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇടക്കാലഘട്ടം പോയിട്ടുണ്ട്. മതരംഗം ഞാൻ നേരത്തെ പറഞ്ഞു, സലാം സുല്ലമി കൈകാര്യം ചെയ്തപ്പോൾ തന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ സംഘടനാ രംഗം ഈ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റിക്കൊണ്ടുപോയി. അപ്പോൾ അത് പ്രശ്നമായപ്പോൾ 1999 ഇത് ചർച്ചയാവുകയും അങ്ങനെ ഈ പോക്ക് ശരിയല്ലെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുകയും 3 വർഷത്തെ സജീവമായ ചർച്ചകൾക്ക് ശേഷം ആ വിഷയത്തിൽ ചർച്ചകൾ നടക്കുകയും 2002 അതിൽ തീരുമാനമുണ്ടാവുകയും 18 വിഷയത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ കൂടി ചേർന്ന് തീരുമാനമെടുക്കുകയും ഈ ലൈന് നമുക്ക് ശരിയല്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. അതിൽ ഏറ്റവും ഒന്നാമതായി പറഞ്ഞത് മൻഹജുസ് സലഫ് അഥവാ പ്രമാണങ്ങളെ ഉൾക്കൊള്ളുവാൻ സഹാബത്തിന്റെ മാർഗം, മുൻഗാമികളുടെ മാതൃകം സ്വീകരിക്കണം എന്നത് ഒരു പുതിയ വാദമാണെന്നാണ് ഇടക്കാലത്ത് അവര് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അത് ശരിയല്ലെന്ന് സ്ഥാപിച്ചു കൊടുക്കുകയും അതിന്റെ യഥാർത്ഥം നമ്മൾ മുൻകാലത്ത് തന്നെ സലഫികൾ എന്നറിയപ്പെടാൻ കാരണം ഈ മൻഹജുസ് സലഫ് അംഗീകരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് മുൻകാലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന തീരുമാനമാണ് ആ 18 തീരുമാനങ്ങളിൽ സുപ്രധാനമായ തീരുമാനം. ചുരുക്കി പറഞ്ഞാൽ ഈ 3-ാം ഘട്ടം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 10 വർഷമാണ്. ഈ 10 വർഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ KM മൗലവിയുടെ കാലഘട്ടത്തിലേക്ക്, KP മുഹമ്മദ് മൗലവിയുടെ കാലഘട്ടത്തിലേക്ക്, ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ കാലഘട്ടത്തിലേക്ക്, അതുപോലെയുള്ള ആളുകളുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു നടന്നു. അഥവാ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ യഥാർത്ഥ ഇസ്ലാമിന്റെ തനതായ മാതൃകയിലേക്ക് നമ്മൾ തിരിച്ചു ചെന്നു എന്നതാണ് കഴിഞ്ഞ 10 വർഷം നടന്നത്. അതുകൊണ്ടാണ് KM മൗലവിയെ പോലെയുള്ള താടി നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാകാൻ തുടങ്ങി. ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെ, ഉമർ മൗലവിയെ പോലെയുള്ള താടി ഉണ്ടാകാൻ തുടങ്ങി. അവർ വിജ്ഞാനത്തിനോട് കാണിച്ച താല്പര്യം ഇളം തലമുറയിൽ ഉണ്ടാകാൻ തുടങ്ങി. അത് MSM ഉണ്ടായി, ISM ഉണ്ടായി, ഒരുപാട് മുതിർന്ന ആളുകളിലുണ്ടായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ പിതാവ് മരണപ്പെട്ടു പോയെങ്കിലും എൻ്റെ പിതാവ് മരിക്കുന്നതിൻ്റെ ഏകദേശം 1 വർഷം മുമ്പാണ് താടി വെക്കാൻ തുടങ്ങിയത്. അത് ഈ ഒരു പ്രബോധനത്തിന്റെ ഭാഗമാണ്, ഈ ഒരു ബോധ്യപ്പെടുത്തലിന്റെ ഭാഗമാണ്. ഇന്ത്യയെ കാരണം അതൊക്കെ മനസ്സിലായി. അത് അവർ തിരിച്ചറിഞ്ഞു. താടി വെക്കുക എന്നതും അത് നീട്ടുക എന്നതും ഒരു ഒലുവല്ല, അത് അതിരുകവിച്ചിലല്ല, അതൊക്കെ മതത്തിലുള്ളതാണ്. അള്ളാന്റെ റസൂലിന്റെ മുഖം പോലെ ആയിരിക്കണം നമ്മുടെ മുഖമെന്നെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ചെയ്യണം. സുന്നത്തുകൾ സ്വീകരിക്കണം, ദിക്റുകൾ ഉണ്ടാകണം, ദുആകൾ ഉണ്ടാകണം, പ്രാർത്ഥനകൾ ഉണ്ടാകണം, ദീനിയായി ജീവിക്കണം. നമ്മളൊരു കേവല നവോത്ഥാന സംഘടനയല്ല. ഇത് ശരിയായ മൻഹജുസ് സലഫ് അനുസരിച്ചുകൊണ്ട് പരലോകം ലക്ഷ്യം വെച്ച്, സ്വർഗം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സംഘമാണെന്ന തിരിച്ചറിവ് 2002 കൃത്യമായി ഉണ്ടാവുകയും പിന്നീട് നമ്മൾ ആ ആദ്യ കാലഘട്ടത്തിലെ നിലപാടുകൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത ചരിത്രമാണ് കഴിഞ്ഞ 10 വർഷം നമ്മുടെ മുമ്പിൽ ഉണ്ടായത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ആ കാലഘട്ടം ഇന്നും ഏതൊരു പ്രവർത്തകനും ഓർക്കുന്നത് കണ്ണീരോടുകൂടി, സന്തോഷത്തിന്റെ കണ്ണീരോടുകൂടിയല്ലാതെ ഓർക്കാൻ കഴിയുകയില്ല. നിങ്ങൾ 0 ആകുമെന്ന് പറഞ്ഞു പോയവരാണ് മടവൂർ വിഭാഗം. എന്നിട്ട് അവര് 0 ആകുകയാണ് ചെയ്തത്. എറണാകുളം സമ്മേളനം, അതിനുശേഷം ചങ്ങരംകുളം സമ്മേളനം, 2 സാൽവേഷനുകൾ, ലൈറ്റ് എക്സിബിഷൻ, മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന മണ്ഡലം സമ്മേളനം, നാഥനെ അറിയുക നാളെയുടെ രക്ഷക്ക്, അതുപോലെ തന്നെ മതം ഗുണകാംക്ഷയാണ്, ദ ലൈറ്റ് എക്സിബിഷൻ, ഇങ്ങനെ തുടങ്ങി പ്രവാചകനെ അറിയുക, മതത്തെ അറിയുക, ഇസ്ലാമിനെ അറിയുക, ആ നന്മയിലേക്ക് തിന്മക്കെതിരെ, അങ്ങനെ തുടങ്ങി. ഡിസംബർ മാസമുണ്ടോ ചില കാലണ്ടറിന്റെ താളുകളിൽ ഡിസംബർ മാസം ഉണ്ടായിട്ടുണ്ടോ? ആ ഡിസംബർ മാസങ്ങളിലെല്ലാം കേരളത്തിന്റെ മുക്കുമൂലകളിലൂടെ അതിശക്തമായ ദഅ്വാ പ്രവർത്തനങ്ങളുമായി നമ്മൾ വളരെ ഗംഭീരമായ രീതിയിൽ മുന്നോട്ട് നീങ്ങി. KNM-ഉം ISM-ഉം MSM-ഉം MGM-ഉം ഒരു കൈ പോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷേ ഈ പോക്കിൽ അസംതൃപ്തിയുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് നേരത്തെ പറഞ്ഞ ഈ സലാം സുല്ലമിയുടെ അത്തരം വാദങ്ങൾ തന്നെ മനസ്സിൽ സൂക്ഷിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് അസ്വസ്ഥതകൾ വന്നു, പ്രയാസങ്ങൾ ഉണ്ടായി. അവർ സ്വാഭാവികമായും ഇതിൻ്റെ ഉള്ളിൽ സംഘടിക്കാൻ തുടങ്ങി. അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതിന് കൊട പിടിച്ചു കൊടുക്കാൻ ആദ്യം തനിക്കൊരാവശ്യം വന്നപ്പോൾ മൻഹജുസ് സലഫിനെ
വളരെ വിശദമായി 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന ആ പണ്ഡിതൻ തന്നെ അത്തരം അഖ്ലാനി സ്വഭാവമുള്ള ആളുകളെ കൂട്ടിപ്പിടിക്കുകയും അവർക്ക് നേതൃത്വം കൊടുക്കുകയും എന്നിട്ട് ഈ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളിൽ കാര്യമായി ഇടപെടാത്ത ഒരു വ്യക്തിയായിരുന്നു അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്നയാള്. ഞാൻ പറയുന്നത് അദ്ദേഹത്തെ ചെറുതാക്കാനല്ല, വിവാദമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹം കടന്നു വരാറുണ്ട് എന്നതൊരു വസ്തുതയാണ്. കഴിഞ്ഞ പിളർപ്പിന്റെ സമയത്ത് അദ്ദേഹം വരികയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷമുള്ള 10 വർഷത്തിന്റെ ഇടയിൽ ഈ ക്യാമ്പയിനുകളും ഈ സാൽവേഷനുകളും നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റോള് എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, തടമ്പാട്ട് താഴത്ത് സാൽവേഷൻ നടക്കുമ്പോൾ ആ സാൽവേഷന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ലോകം മുഴുവൻ സന്തോഷിച്ച സമയമാണത്. ലോകം മുഴുവൻ സന്തോഷിച്ച സമയം, കേരളം മുഴുവൻ തടമ്പാട്ട് താഴത്തേക്ക് ഒഴുകിയ സന്ദർഭം, നമ്മുടെ പ്രതിരോധികളും എല്ലാവരും വന്ന ഒരു സന്ദർഭം, എല്ലാവരും സന്തോഷിച്ച സന്ദർഭത്തിലും അതാ സന്തോഷം മുഖത്ത് കാണിക്കാതെ നടന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അന്ന് അതിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായൊരു മറുപടി ഞങ്ങൾക്ക് തന്നിട്ടില്ല. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായൊരു മറുപടി തന്നിട്ടില്ല. അത് സമയം തട്ടി നീക്കിക്കൊണ്ടുപോയി. അവസാനം ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തടമ്പാട്ട് താഴത്ത് സാൽവേഷൻ നടക്കുമ്പോ ഒരാഴ്ച മുമ്പ് വരെ അതിന്റെ പ്രയാസത്തിലാണ്. ആ സ്ഥലം നമുക്ക് ഗവൺമെന്റ് പൂർണ്ണമായി അനുവദിച്ചു തരാത്ത അവസ്ഥ, നാട് മുഴുവൻ പബ്ലിസിറ്റി നടന്നുകൊണ്ട് എല്ലാവരും ആഗ്രഹത്തോടുകൂടി സാൽവേഷന് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയം യഥാർത്ഥത്തിൽ നമുക്കവിടെ അനുവാദം കിട്ടിയിട്ടില്ല. അതിന്റെ ലീഗൽ പ്രശ്നങ്ങളും രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും ആ കാലഘട്ടത്തിലുള്ള ISM നേതൃത്വം അതിൽ പ്രയാസപ്പെടുന്ന സമയത്ത് പോലും ഈ പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് അത് കൃത്യമായി തിരിഞ്ഞു നോക്കാതെ ആ പരിപാടി പിന്നീട് നടക്കുമെന്നായപ്പോൾ അത് നടക്കുന്നതിന്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പിന്നെ ആ സ്ഥലത്തേക്ക് വരികയും പിന്നെ പരിപാടി നടന്നപ്പോൾ സ്റ്റേജിലും ആളുകൾ കാണുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രകാലം നമ്മളാരും ഇത് പറഞ്ഞിട്ടില്ല. കാരണം അതൊന്നും പറഞ്ഞതൊരു പ്രശ്നമാക്കേണ്ടതില്ല എന്ന നിലക്കാണ് ഞാൻ പറഞ്ഞ ചുരുക്കം ഇത്രയേ ഉള്ളൂ. സമാധാനപരമായി പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാറില്ല. എന്നാൽ വീണ്ടും ഇതാ ഈ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എല്ലാ സ്റ്റേജുകളിലും സ്ഥലങ്ങളിലും അദ്ദേഹം ഇതിനൊരു രക്ഷകന്റെ വേഷത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ പറയണോ? വ്യക്തിയെ പറ്റി പരദൂഷണമല്ല പറയുന്നത്. മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൽ ഇതാ ഇന്ന് ഓരോ മുജാഹിദിന്റെ വീട്ടിലും ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിതാവ് തഹജ്ജുദ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്, എന്റെ മകൻ പിഴച്ചുപോയല്ലോ, അവനെ നന്നാക്കണമേ എന്ന്. അതേ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തന്നെ മകൻ അപ്പുറത്ത് ബെഡ്റൂമിലേക്ക് അവിടെ ഇരുന്നു കൊണ്ട് നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഉപ്പയുടെ തെറ്റുദ്ധാരണ മാറ്റിക്കൊടുക്കണമേ എന്ന്. ഇങ്ങനെയുള്ള ഒരു വിഭാഗീയതയിലേക്ക് ഓരോ മുജാഹിദിനെയും എത്തിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിന്റെ പിന്നിൽ, ഈ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടതിന്റെ പിന്നിൽ ഈ ഞാനാണെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ പറയാൻ ഇവർക്കാർക്കെങ്കിലും കഴിയുമോ? നമ്മളാരും അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. ആർക്കും തന്നെ അത് തെളിയിക്കാനും കഴിയുകയില്ല. എന്നാൽ ഇത്തരം ഒരു ഇടപെടൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ രൂക്ഷമാക്കുന്നതിൽ കാരണമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സ്വഭാവമുള്ള ആളുകൾക്ക് അദ്ദേഹം ഇപ്പോൾ നേതൃത്വം കൊടുത്തു. 10 വർഷം മുമ്പ് സലഫി മൻഹജിന്റെ മുഖം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് എങ്കിൽ അദ്ദേഹത്തിന് എന്തോ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ അതാ ആ താല്പര്യം പൂവണിയാതെ വന്നപ്പോൾ സലഫി മൻഹജിന് എതിരായിക്കൊണ്ടുള്ള സമീപനങ്ങളുമായി കൊണ്ട് ആ അഖ്ലാനി സ്വഭാവമുള്ള ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ രീതിയാണ് മുന്നോട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ആരും ഇവിടെ ഒരു തെറ്റും ഈ വിഷയത്തിൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്ത തെറ്റിപ്പ് എന്താണെന്ന് MSM ISM-നെയൊക്കെ ഇവിടെ നടപടിക്ക് വിധേയമാക്കിയെന്ന് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ പല പണ്ഡിതന്മാരെയും പുറത്താക്കുകയും അതുപോലെ തന്നെ നടപടിയെടുക്കുകയും ചെയ്തതായി നിങ്ങൾക്കറിയാം. 1075ഓളം പ്രബോധകന്മാരെ ഇപ്പോൾ മാറ്റി നിർത്തിയതായി സർക്കുലറുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. എന്താണ് ഇവിടെ നമ്മൾ ചെയ്ത കുറ്റം, എന്താണ് നമ്മൾ ചെയ്ത തെറ്റ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു തെറ്റും ആ രംഗത്ത് നമ്മൾ ആരും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, ഇവിടെ ബഹുമാന്യനായ ഹുസൈൻ സലഫി നമ്മുടെ സമ്മേളനത്തിൽ ഒരു 6 മിനിറ്റ് ഈ വിഷയം പറഞ്ഞു. വെറും ഒരു 6 മിനിറ്റ്. ഐക്യം വേണമെന്നേ പറഞ്ഞതുള്ളൂ, യോജിച്ചു പോകണമെന്നേ പറഞ്ഞതുള്ളൂ. ആ പ്രസംഗം നിങ്ങൾ കേട്ടതാണ്. അതിന്റെ പേരിലാണല്ലോ പിറ്റേ ദിവസം ആ സമ്മേളനത്തിലെ മുഴുവൻ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന് നേരെ തിരിച്ചുവച്ചത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എന്ത് കുറ്റമാണ് ഹുസൈൻ സലഫി ചെയ്തത്? അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് എവിടെയെങ്കിലും പറയുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ടോ?
എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല, അത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷെ ആ ഒരു വിവാദം പറഞ്ഞിട്ടാണ് കാര്യം. അതൊന്നുമല്ല ഇവിടെ വിഷയം, അതൊന്നുമല്ല. അത് പ്രശ്നങ്ങൾ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് മുജാഹിദീങ്ങൾക്ക് തൗഹീദിൽ ഇവരൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ പ്രശ്നത്തിന്റെ കൂടെ നിന്നു കൊടുക്കും. അതിനുവേണ്ടി തൗഹീദിലാണ് പ്രശ്നം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ജിന്നിനോട് തേടുന്ന പ്രാർത്ഥിക്കുന്ന ആരുമില്ല, തേടാമെന്ന് പറഞ്ഞവരില്ല, തേടുന്നത് ശിർക്കല്ല എന്ന് പറഞ്ഞവരുമില്ല. അത് ശിർക്കാണ്, തനിച്ച ശിർക്കാണ്. എന്നാൽ ജിന്നിനോടുള്ള സഹായ ചോദ്യവുമായി ബന്ധപ്പെട്ട് വസീലത്തു ശിർക്കാകുന്നതുണ്ടോ? ഉണ്ട് എന്നാണ് നമ്മുടെ KJUവിന്റെ ദൗറ തന്നെ തീരുമാനിച്ച് ഫൈസൽ മൗലവിയും കായക്കൊടിയും ഒരുമിച്ച് തയ്യാറാക്കി കൊടുത്ത പ്രബന്ധത്തിലുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ രണ്ട് സംഗതിയും പറഞ്ഞു, ശിർക്കാകുന്നതാണ് മഹാഭൂരിപക്ഷവും. എന്നാൽ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ശിർക്കിലേക്ക് എത്തിക്കുന്നതാകുന്നതും ഉണ്ട്, അപൂർവമായ കാര്യങ്ങൾ. എന്നാൽ അതെല്ലാം ഹറാമാണ്. ഒരു നിലക്കും ജിന്നിനോടോ മലക്കിനോടോ ഒരു കാര്യവും നമ്മൾ ചോദിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്നാണ് ദൗറയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന തീരുമാനം. ആ തീരുമാനം അംഗീകരിക്കണമെന്നാണ് ബഹുമാനായ സക്കരിയ സ്വലാഹിയും KJUവിന്റെ എക്സിക്യൂട്ടീവിൽ ആവശ്യപ്പെട്ടത്. എന്നിട്ട് അതിന്റെ പേരിലാണ് അത് അവിടുന്ന് ഇവർ അട്ടിമറിച്ചു. എന്ത്, ഇത് ശിർക്കാന്നങ്ങോട്ട് പറയാം എന്ന് പറഞ്ഞ് അത് മാറ്റിമറിച്ചു. എന്താ കാരണം? ഇത് പുറത്താക്കാനും നടപടിയെടുക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഉള്ള വിഷയം അവിടെ അവസാനിക്കാണ്. അത് അവസാനിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഇനി കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇവരാരും തന്നെ ഒരു തെറ്റും ആ വിഷയത്തിൽ ചെയ്തിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ ISM-നും MSM-നും എതിരെടുത്തു. എന്താ സഹോദരങ്ങളെ ഞങ്ങൾ ചെയ്ത കുറ്റം? ക്ഷമിച്ചു എന്നതാണോ ഇത്ര വലിയ കുറ്റം? ക്ഷമിച്ചു എന്നത് തെറ്റാണോ? അത് തെറ്റാണെങ്കിൽ ആ തെറ്റേറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ISM-ഉം MSM-ഉം തയ്യാറാണ്. ഒരു പ്രസ്ഥാനത്തിലൊരു പ്രശ്നമുണ്ടായപ്പോൾ, ഞങ്ങൾ അങ്ങേയറ്റം പീഡിപ്പിച്ചപ്പോൾ, മാളത്തിലിട്ട് കുത്തിയപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചില്ല എന്നതൊരു തെറ്റാണോ? ആ തെറ്റ് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എത്രമാത്രം സഹോദരങ്ങളെ, ഇവിടെ സമയമില്ല എനിക്ക് പറയാൻ. ബഹുമാനായ ഹുസൈൻ സലഫിയുടെ സംസാരം ഇവിടെ നടക്കാനിരിക്കുകയാണ്. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾക്കറിയുമോ, 2011 ജൂൺ 5-ാം തീയതി CD ടവറിൽ ഇതാ ഗ്രൂപ്പ് യോഗം നടക്കുന്നു. എന്തിന്? ഈ ഒരു അജണ്ട കൊണ്ടുവന്ന് ചില ആളുകളെ പുറത്താക്കി സംഘടന കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി ഇലക്ഷനിൽ ഇടപെടാനുള്ള യോഗം. ആ യോഗം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു. ബഹുമാനായ AP-യോടും TP-യോടും ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഈ യോഗം നടക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല. എന്നിട്ട് ആ യോഗത്തെ സംബന്ധിച്ച് ഞങ്ങൾ എന്ത് ചെയ്തില്ല? ഞങ്ങൾ പുറത്ത് മുജാഹിദീങ്ങളെ വിളിച്ചുകൂട്ടിങ്ങാണ്ട് ഗ്രൂപ്പ് യോഗം നടത്തി. ഇതാ അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് ആൾക്കാരെ KNM-നെതിരിൽ ക്യാൻവാസ് ചെയ്തില്ല. അത് ഞങ്ങൾ ചെയ്ത കുറ്റമാണോ? അത് ഞങ്ങൾ ചെയ്ത കുറ്റമാണോ? ഇല്ല. അങ്ങനെ ഒരു യോഗം നടന്നപ്പോഴും ഉത്തരവാദപ്പെട്ടവരോട് പറയുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടാണ് അതിന് നടപടിയെടുക്കാൻ സാധിക്കുമോ സഹോദരങ്ങളെ? അതിനുശേഷം നിങ്ങൾക്കറിയുമോ, 2012 ജൂൺ 9 സംസ്ഥാന എക്സിക്യൂട്ടീവ് നടക്കുകയാണ്. KNM-ന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ്. ആ എക്സിക്യൂട്ടീവിൽ ചർച്ച വന്നപ്പോൾ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി തന്നെ പറഞ്ഞു, ഞാനാണ് പ്രശ്നക്കാരൻ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആര്? സലഫിയാണ് സംഘടനയിലെ പ്രശ്നമെന്ന് നാട് മുഴുവൻ പറയുന്നുണ്ട്. ആര്? ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ പറയാണ് എക്സിക്യൂട്ടീവില്. 2012 ജൂൺ 9 നടന്ന എക്സിക്യൂട്ടീവിൽ. എന്നിട്ട് അദ്ദേഹം പറയാ, ഇവിടെ ജിന്നും സീറും ഒന്നും അല്ല പ്രശ്നം. എന്നാ പറയണേ അറിയോ? 2012 ജൂൺ 9 പറയണത്. ജിന്നൊന്നും അല്ല ഇവിടെ പ്രശ്നം. എന്നോടുള്ള ചില വ്യക്തിവിരോധങ്ങൾ ചില ആൾക്കാർക്കുണ്ട്, അതാണ് ഇവിടെ പ്രശ്നം. ഞാനാണ് പ്രശ്നം എന്നാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ AP-യും TP-യും പറഞ്ഞാൽ മാറിന്നോളാം. കാരണം എന്താ അറിയോ? ആ എക്സിക്യൂട്ടീവിൽ അദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ എടുത്തെറിയണം. അപ്പൊ പറയല്ലോ, നിങ്ങൾ മാറണ്ടെന്ന് പറയുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ പറഞ്ഞപ്പോ എന്റെ ഊഴം വന്നപ്പോൾ, ഞാൻ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത്? അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ കാര്യം ഇവിടെ നമ്മൾ മുഖവിലേക്ക് എടുക്കണം. ഞാൻ പറഞ്ഞതാണ്. എന്താ മുഖവിലേക്ക് എടുക്കേണ്ടത്? അദ്ദേഹമാണ് പ്രശ്നമെന്ന് ആളുകളൊക്കെ പറയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തണം. സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല, പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതല്ലല്ലോ ശരി. മറിച്ച് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് ഒന്ന് റിലാക്സ് കൊടുക്കണം എന്നാ ഞാൻ പറഞ്ഞത്. ഒരു ആശ്വാസം കൊടുക്കണം. എന്നിട്ട് പകരം ഒരു 3 ആളുകൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അവർക്ക് മുമ്പിൽ അദ്ദേഹത്തിന് പറയാനുള്ള പരാതി അദ്ദേഹം പറയട്ടെ. അതുപോലെ തന്നെ നാട്ടിൽ അദ്ദേഹത്തെ കുറിച്ച് ആർക്കൊക്കെയാണോ പരാതിയുള്ളത്
അവരും പറയട്ടെ. എന്നിട്ട് രണ്ടും കേട്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെയുള്ള പ്രശ്നം? ജിന്നാണോ പ്രശ്നം? മലക്കാണോ പ്രശ്നം? ഇബാദുള്ളയാണോ പ്രശ്നം? മറ്റുള്ള ഏതെങ്കിലും വിഷയങ്ങളാണോ പ്രശ്നം? അതോ അത് പ്രശ്നങ്ങളാക്കാൻ വേണ്ടി ഒരു മറയായി സ്വീകരിച്ചതാണോ? അതോ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകളാണോ പ്രശ്നം? ഇസ്ലാഹി സെന്ററുകളിലും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിലും ശാഖകളിലും അങ്ങോട്ട് ഫോൺ ചെയ്ത് പല സ്ഥലത്തും വിഭാഗീയത ഉണ്ടാക്കിയതാണോ പ്രശ്നം? ഇതൊരു നിഷ്പക്ഷമായ ഒരു കമ്മിറ്റി, ഒരു 3 അംഗ സമിതി ചേർന്നുകൊണ്ട് അവർ കൈകാര്യം ചെയ്യട്ടെ. എന്നിട്ട് അവസാനം അവർക്ക് എല്ലാം കേട്ടതിന് ശേഷം തീരുമാനിക്കണത് ഇതിൽ അബ്ദുറഹ്മാൻ സലഫി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവർ പറയുകയാണെങ്കിൽ അതിന്റെ ഗുണം അദ്ദേഹത്തിനാണ്. കാരണം അദ്ദേഹത്തിന് ലോകത്തോട് പറയാലോ, ഇതാ ഞാൻ ഇതിൽ കുറ്റക്കാരനല്ല എന്ന് ഇതാ ഇന്ന ആളുകൾ സമർപ്പിച്ച റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, അവർക്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും എന്റെ നിരപരാധിത്വം നിങ്ങൾ അംഗീകരിക്കണമെന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കൂടി ഗുണം ചെയ്യുന്ന ഒരു നിർദ്ദേശമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അത് കേട്ടപ്പോൾ ഉടൻ പറഞ്ഞു, അങ്ങനെ ഒരു ചർച്ചയല്ല, അതല്ല ആവശ്യം, വേഗം അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്തത്. KNM-ISM MSM കൂടിയിരുന്ന് ചർച്ച ചെയ്യാം, ഇങ്ങനെ ഒരു പുറത്തുള്ള ആൾക്കാർ പറ്റൂല എന്നാണ് പിന്നെ അവിടുന്ന് ചർച്ചയിൽ പങ്കെടുത്ത ചില ആൾക്കാർ പറഞ്ഞത്, അദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞത്. ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സഹോദരങ്ങളെ, ഞാൻ പുറത്തു നിന്നുള്ള ആളുകളെ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത് ഒന്ന് PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ പേര് ഞാൻ പറഞ്ഞു. 28-30 വർഷമായി ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് കുവൈത്തിൽ നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്ന, ഇതിന്റെ ഒപ്പം സഞ്ചരിച്ച, ഇതിന്റെ രാവും പകലും അറിയുന്ന ആ PN അബ്ദുൽ ലത്തീഫ് മദനി പുറമക്കാരനാണോ? രണ്ടാമത് ഞാൻ പറഞ്ഞ പേര് കരിവള്ളി മുഹമ്മദ് മൗലവിയുടെ പേരാണ്. ഇന്ന് AP കഴിഞ്ഞാൽ അതാ അത്രയും പ്രായമുള്ള പക്വതയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രവും പാരമ്പര്യവും നെഞ്ചിലേറ്റിയ ആ കാലഘട്ടത്തിന് സാക്ഷിയായി മുന്നിൽ നടന്ന കേരള സമൂഹം മുഴുവൻ ആദരിക്കുന്ന ബഹുമാന്യനായ കരിവള്ളി മുഹമ്മദ് മൗലവി എന്ന് പറയുന്നത് സംഘടനക്ക് പുറത്തുള്ളയാളല്ല. അദ്ദേഹത്തിന്റെ പേരാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് ഞാനേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഞങ്ങളുടെ ജില്ലക്കാരനായ PP ഉണ്ണിമുട്ടി മൗലവി അവരുകളെയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം നിഷ്പക്ഷമായി ഇതിൽ ഇടപെടുമെന്ന്, അങ്ങനെയുള്ള ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന്. പക്ഷേ പിന്നീട് കണ്ടില്ല എന്നത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് മറ്റു വേദികളിൽ അതിനെ കുറിച്ച് പറയാം. അദ്ദേഹം ഇതിൽ ഇടപെട്ടത് എങ്ങനെയാണെന്നും ആ ഇടപെടലുണ്ടായ രീതികൾ എന്താണ് എന്നും നമുക്ക് ആവശ്യം പോലെ പറയാവുന്നതാണ്. എല്ലാം ആളുകളോട് പറയണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്, അതിന്റെ സാഹചര്യമാണ് നിങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത് ആളുകളോട് പറയുന്നത്. അപ്പോൾ ഈ 3 ആളുകളെ ഞാൻ പറഞ്ഞു, ആ 3 ആളുകളും പുറത്തുള്ളവരല്ലല്ലോ, എന്താ കുഴപ്പം? ഈ 3 ആള് കൈകാര്യം ചെയ്തോട്ടെ. എന്താ ഈ വ്യക്തി മാത്രമേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യാനുള്ളൂ? ഞാൻ വളരെ വൈകാരികമായി എന്ന് പറഞ്ഞു. ഇതൊരു മഹത്തായ പ്രസ്ഥാനമാണ്, ഒരു സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അത് പഠിക്കുക എന്നതും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതും ഒരു തെറ്റായ കാര്യമല്ല. 2002 കാലഘട്ടത്തിൽ മടവൂർ വിഭാഗത്തിന്റെ പ്രശ്നമുണ്ടായപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അതിന് കമ്മീഷൻ വെച്ചിട്ടുണ്ട്, അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനമായിട്ടുള്ളത്. എന്തുകൊണ്ട് ആ രീതി നമുക്ക് സ്വീകരിച്ചുകൂടാ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അതിനുശേഷം ഉണ്ടായത് എന്താ അറിയോ? പിറ്റേ ദിവസം എനിക്ക് വളരെ ഉത്തരവാദപ്പെട്ട ഒരാളുടെ നാവിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് ISM-ന്റെ പ്രസിഡന്റ് KNM-നെ വിചാരണ ചെയ്യാൻ കമ്മീഷനെ വെക്കണമെന്നാണ് എക്സിക്യൂട്ടീവിൽ ആവശ്യപ്പെട്ടത് എന്നാണ്. എന്ത് ഈ വ്യക്തിയെ കുറിച്ച് ഒന്ന് പരാമർശിച്ചാൽ ഉടൻ അത് KNM-നെ വിമർശിക്കുകയാണ് എന്നാണ് പറഞ്ഞു തീർക്കുന്നത്. ആലോചിച്ച് നോക്കിങ്ങൾ, ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രചരിപ്പിക്കുകയാണ് പിന്നീട് ചെയ്തത്. ഇതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? പ്രസ്ഥാനത്തിലൊരു പ്രശ്നം നടക്കുമ്പോൾ അതിന്റെ ഉത്തരവാദപ്പെട്ട സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ അതിൽ അവർ ക്ഷണിച്ചിട്ട് നമ്മൾ ചെന്നിട്ട് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഒരു ഘട്ടത്തിൽ പറഞ്ഞു എന്നത് ISM-നെ പിരിച്ചുവിടാനുള്ള ഒരു തെറ്റാണോ? നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇതാണോ നടപടിയെടുക്കുവാനുള്ള കാരണം എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം ഒരവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ എന്തുവാണ്? 2 കാര്യം നിർവഹിക്കണം. അഥവാ ഞാൻ പറഞ്ഞല്ലോ, ഒരു അഖിലാനി സ്വഭാവമുള്ള രീതിയിലുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് അത്തരം ഒരു അവസ്ഥയിലേക്ക് തന്നെ പ്രസ്ഥാനത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകാൻ 2 കാര്യങ്ങൾ നിർവഹിക്കണം അവർക്ക്. ഒന്ന്,